നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. മയ്യനാട് എസ് എസ് സമിതി അഭയകേന്ദ്രത്തിലെ അംഗമായ സുനിത സുമംഗലിയായി. കാൽ നൂറ്റാണ്ടോളം കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരങ്ങളിൽ വളർന്ന സുനിത സുമംഗലിയായി. മയ്യനാട് എസ് എസ് സമിതി അഭയകേന്ദ്രത്തിലെ അംഗമായ ഈ യുവതിക്ക് കേരളപുരം ഇടവട്ടം നെടിയവിള വീട്ടിൽ സുബിൻ താലി ചാർത്തി. മയ്യനാട് എസ് എസ് സമിതി അങ്കണത്തിൽ ഞായറാഴ്ച നടന്ന ചടങ്ങിലാണ് സുബിൻ സുനിതയെ ജീവിത സഖിയാക്കിയത്. സുബിൻ്റെ മാതാവ് സുശീലയും സഹോദരൻ വിപിനും ബന്ധുക്കളും നാട്ടുകാരും എസ് എസ് സമിതി അംഗങ്ങളും സാക്ഷ്യം വഹിച്ചു. ഇതാദ്യമായാണ് എസ് എസ് സമിതിയിൽ ഒരംഗത്തിൻ്റെ വിവാഹം നടക്കുന്നത്. അർബുദബാധിതയായി 24 വർഷം മുമ്പ് ചികിത്സയിലായിരുന്ന കൊല്ലം വടക്കുംഭാഗം പുള്ളിക്കട സ്വദേശിയായ യുവതിയുടെ ഏക മകളെ ഈ ശരണാലയം ഏറ്റെടുക്കുകയായിരുന്നു. പിതാവിൻ്റെ മരണശേഷം ആശ്രയമായിരുന്ന മാതാവ് ആശുപത്രിയിലായതോടെ സംരക്ഷിക്കാൻ ആളില്ലാതിരുന്ന സുനിതയെ എസ് എസ് സമിതിയിൽ എത്തിക്കുകയായിരുന്നു. സമിതിയിൽ കഴിയവേ മാതാവ് മരിച്ചു. മകളായി വളർത്തിയ സുനിതയ്ക്ക് വേണ്ടി എസ് എസ് സമിതി മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയർ നടത്തിയ അന്വേഷണത്തിലാണ് വരനായി സുബിനെ കണ്ടെത്തിയത്. കുരിപ്പള്ളിയിലെ നഴ്സിംഗ് ഹോമിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സുബിൻ. ഫ്രാൻസിസ് സേവിയർ വധുവിനുള്ള വസ്ത്രങ്ങളും സ്വർണവും തയ്യൽ മെഷീനും ഫ്രിഡ്ജും സമ്മാനമായി നൽകി. ന്യൂസ് ഡെസ്ക്, കൊല്ലം.